കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് അടയ്ക്കും. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. 1.25 ലക്ഷത്തിലേറെ ഭക്തർ കഴിഞ്ഞ ദിവസങ്ങളിലായി ദർശനം നടത്തി. 33,637 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഇന്ന് രാത്രി 10-ന് ഹരിവരാസനം പാടി നട അടയ്ക്കും. സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി ചേരുന്നുണ്ട്. പതിവ് പോലെ മിഥുൻ, സ്വാമി ശരണം. ഇന്നിപ്പോൾ നട അടയ്ക്കുകയാണ്. ഈ കഴിഞ്ഞ കാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് മാസപൂജയ്ക്ക് അഭൂതപൂർവമായ തിരക്കാണ് സന്നിധാനത്ത് ഉണ്ടായത്. ഇന്നിപ്പോൾ അവസാന ദിവസമാണ്. എങ്ങനെയുണ്ട്? സ്വാമി ശരണം. ഇന്ന് രാവിലെ തിരക്ക് കുറവാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളിൽ ഏറ്റവും തിരക്ക് കുറവുള്ള ഒരു പുലർക്കാലമാണ് ഇന്ന്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം രാവിലെ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഫ്ലൈ ഓവറൊക്കെ ഭാഗികമായി ഭക്തജന തിരക്കുള്ളൂ. രാവിലെ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ കുറവാണ്. ഈ കുംഭമാസ പൂജയ്ക്ക് വലിയ തിരക്കാണ് സന്നിധാനത്ത് ഇന്നലെ വരെ അനുഭവപ്പെട്ടത്. 1,75,000-ന് മുകളിൽ ഭക്തജനങ്ങൾ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ദർശനം നടത്തി. നട തുറന്ന 12-ാം തീയതി 13,000-ലധികം ഭക്തജനങ്ങളും, 13-ാം തീയതി 33,000-ലധികം ഭക്തജനങ്ങളും, 14-ാം തീയതി 45,000-ലധികം ഭക്തജനങ്ങളും, 15-ാം തീയതി 49,000-ലധികം ഭക്തജനങ്ങളും, ഇന്നലെ 33,617 ഭക്തരുമാണ് ദർശനം നടത്തിയത്. ഇന്ന് തിരക്ക് കുറവാണ്. തിരക്ക് കുറഞ്ഞിരിക്കുന്ന ഒരു പുലർക്കാലമാണ് ഇന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗിലും കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളികളെക്കാൾ കൂടുതൽ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്നുണ്ടായിരുന്നു. വെർച്വൽ ക്യൂ ബുക്കിംഗിലും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ ബുക്കിംഗും കൂടുതലായിരുന്നു. മാളികപ്പുറങ്ങൾ ഈ കുംഭമാസ പൂജയ്ക്ക് നട തുറന്നിരുന്ന ദിവസങ്ങളിൽ ധാരാളമായി എത്തുന്നുണ്ട്. കുഞ്ഞ് അയ്യപ്പന്മാരുടെ എണ്ണം കൂടുതലാണ്. കുഞ്ഞു മാളികപ്പുറങ്ങൾ ധാരാളമായി എത്തുന്നു. ചോറൂണിഞ്ഞു ചടങ്ങിനും മറ്റും എത്തുന്ന കുഞ്ഞുങ്ങളെയുമായി എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണവും ഈ കുംഭമാസ പൂജാ നാളുകളിൽ വളരെ കൂടുതലായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ മല ഇറങ്ങുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അയ്യപ്പ ഭക്തന്മാർ ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം. അതുകൊണ്ട് സന്നിധാനത്ത് ഈ സോപാനത്തിനും 18-ാം പടിക്ക് താഴെയുള്ള ഭാഗങ്ങളിലും മരാമത്ത് കോംപ്ലക്സിന് മുൻഭാഗത്തും മാളികപ്പുറത്തിനോട് ചേർന്ന ഭാഗങ്ങളിലുമൊക്കെ ആയിരുന്നു ഒരു ഭക്തജന ബാഹുല്യം അനുഭവപ്പെട്ടത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് കാണുന്ന പോലെ മറ്റു ഭാഗങ്ങളിൽ പാണ്ടിത്താവളം, അന്നദാന മണ്ഡപം, ഈ ഭാഗങ്ങളിലൊന്നും അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്തജന ബാഹുല്യം കണ്ടിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതാണ്, ഈ സന്നിധാനത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ നടപ്പന്തൽ ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിൽ വലിയ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. രാവിലെ കാണുന്ന കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. ഈ ഭാഗങ്ങളിലൊന്നും വലിയ ഭക്തജന ബാഹുല്യം ഇല്ല. നടപ്പന്തലൊക്കെ ഇന്ന് വിജനമായി തന്നെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഭക്തജനങ്ങൾക്ക് നേരെ നടന്ന് 18-ാം പടി കയറി ദർശനം സാധ്യമാകുന്ന ഒരു സാഹചര്യം ഇന്ന് പുലർക്കാലത്തുണ്ട്. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ ഇങ്ങനെയൊരു സുഗമമായ ദർശനം സാധ്യമായത് ഇന്ന് മാത്രമാണ്. 18-ാം പടി തൊട്ട് വണങ്ങി ഭക്തജനങ്ങൾക്ക് മുകളിലേക്ക് കയറി വരുന്നതിനുള്ള അവസരം അപൂർവമായി മാത്രമേ സിദ്ധിക്കൂ. അങ്ങനെയുള്ള സാഹചര്യം ഇന്ന് പുലർക്കാലത്ത് ഉണ്ട്. വരും മണിക്കൂറുകളിലും ഒരുപക്ഷെ ഇന്ന് സുഗമമായ ദർശനം ഇന്നെത്തുന്ന ഭക്തർക്ക് സാധ്യമായേക്കും. വെർച്വൽ ക്യൂ ബുക്കിംഗിൽ കുറവുള്ള ദിവസമാണ്, നന്നേ കുറവാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ. അതുകൊണ്ട് വരും മണിക്കൂറുകളിലും സുഗമമായ ഒരു ദർശനം ഭക്തജനങ്ങൾക്ക് ഇന്ന് സാധ്യമാകാനുള്ള സാഹചര്യമുണ്ട്. ഇന്നലെ ഈ സമയത്ത് ഈ ഫ്ലൈ ഓവറിന്റെ മുഴുവൻ ഭാഗവും 18-ാം പടിക്ക് മുകളിൽ ഫ്ലൈ ഓവർ തുടങ്ങുന്ന മുഴുവൻ ഭാഗങ്ങളും ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞ് ഭക്തജന ബാഹുല്യത്തോടെ ആയിരുന്നു എങ്കിൽ ഇന്ന് അങ്ങനെയല്ല കാഴ്ച. ഇന്ന് ഫ്ലൈ ഓവറിന്റെ ഒരു സോപാനത്തോട് അടുക്കുന്ന ഭാഗത്ത് മാത്രമാണ് വലിയ ഭക്തജന തിരക്കുള്ളത്. ഭാഗ്യമായി മാത്രം ഫ്ലൈ ഓവർ നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സോപാനത്തിനോട് ചേർന്ന ഭാഗങ്ങളാണ്. അവിടെയാണ് ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് ഫ്ലൈ ഓവറിൽ അനുഭവപ്പെടുന്നത്. അതിന് മുൻപുള്ള ഭാഗങ്ങളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. 18-ാം പടി തൊട്ട് വണങ്ങി ഭക്തജനങ്ങൾക്ക് സാവധാനം കയറി ഫ്ലൈ ഓവറിന്റെ മുകളിലൂടെ വേഗത്തിൽ നടന്നു കയറി സോപാനത്തിന് സമീപത്തേക്ക് എത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് തിരക്ക് കുറവാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഒപ്പം നടപ്പന്തലിലും സമാനമായ കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. നടപ്പന്തലിലും ഭക്തർക്ക് വേഗത്തിൽ നടന്ന് മുകളിലേക്ക് സമീപത്തേക്ക് 18-ാം പടിക്ക് സമീപത്തേക്ക് എത്തുന്നതിനുള്ള സാഹചര്യവും ഇന്ന് ഉണ്ട്. പതിവ് പൂജകൾ രാവിലെ 5 മണിക്ക് നട തുറന്നു. നിർമ്മാല്യ ദർശനം 5:30 മുതൽ നെയ്യഭിഷേകം ആരംഭിച്ചു. 11 മണി വരെയാണ് നെയ്യഭിഷേകം ഉള്ളത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഉഷപൂജയ്ക്ക് വേണ്ടി നടയടയ്ക്കും. ഉച്ചപൂജ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടയ്ക്കും. പിന്നീട് 5 മണിക്കാണ് നട തുറക്കുന്നത്. ദീപാരാധന 6:30-ക്ക് പടിപൂജയുണ്ട്. ദീപാരാധനയ്ക്ക് ശേഷം 9:50-ന് ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കും. ഇന്നലെയും സമാനമായി തിരക്ക് കുറവായിരുന്നു. രാത്രി 8 മണി വരെയാണ് ഇന്നലെ വലിയ തിരക്ക്, ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് കൂടുതലായി ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം തിരക്ക് കുറഞ്ഞു. നന്നേ കുറവായിരുന്നു ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷമുള്ള സമയത്ത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നലെ ഒഴികെയുള്ള ദിവസങ്ങളിൽ 11 മണിക്കായിരുന്നു നട അടച്ചിരുന്നത് ഹരിവരാസനം പാടി. പക്ഷേ ഇന്നലെ തിരക്ക് കുറവായിരുന്നത് കൊണ്ട് തന്നെ 9:50-ന് ഹരിവരാസനം പാടി 10 മണിയോടുകൂടി നടയടച്ചു. ഇന്നലെ മുതൽ തിരക്കിന് ശമനം വന്നിട്ടുണ്ട്. നേരിയ ശമനം ഇന്നലെ ഉണ്ടായി.
അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് പുലർച്ചെയും തിരക്കൊഴിഞ്ഞ ഒരു ദിവസമാണ് കാണപ്പെടുന്നത്. കൂടുതൽ ഭക്തജനങ്ങൾ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ എത്തിയ ഒരു മാസപൂജാകാലമായിരുന്നു ഇത്. അത് മറ്റ് മാസപൂജാകാലങ്ങളെ മുൻകാലങ്ങളെയൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ സാധാരണ മലയാളികൾ ആണ് മാസപൂജാ സമയത്ത് കൂടുതലായി എത്തുന്നെങ്കിൽ ഇത്തവണ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ കൂടുതലായി എത്തി. ഒപ്പം കുഞ്ഞ് അയ്യപ്പന്മാർ ധാരാളം എത്തി. കുഞ്ഞ് മാളികപ്പുറങ്ങളും കൂടുതലായി എത്തി. ഒരുപക്ഷെ മണ്ഡല മകരവിളക്ക് കാലത്ത് തീർത്ഥാടനത്തിന് എത്താൻ സാധ്യമാകാതിരുന്ന കുഞ്ഞ് അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളുമൊക്കെ ഈ കുംഭമാസ പൂജയ്ക്കായിരിക്കാം കൂടുതലായി എത്തിയത് എന്നാണ് നമുക്ക് കരുതേണ്ടത്. അങ്ങനെ കുഞ്ഞയ്യപ്പന്മാരുടെ മാളികപ്പുറങ്ങളുടെയും ധാരാളമായുള്ള ദർശനം സാധ്യമായ ഒരു മാസപൂജാകാലമാണ് കഴിഞ്ഞു പോകുന്നത്. ഒപ്പം ചോറൂണ് ചടങ്ങിനായിട്ട് എല്ലാ ദിവസവും സോപാനത്തിന് സമീപത്ത് കൂടുതൽ ആളുകളെ ഭക്തരെ കാണാൻ സാധിക്കുമായിരുന്നു. കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് എത്തിയ പിന്നെ ഇങ്ങനെ ചില സവിശേഷമായിട്ടുള്ള പ്രത്യേകതകളും നിറഞ്ഞ ഒരു മാസപൂജമായിരുന്നു. ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ശേഷം നട തുറന്ന ആദ്യ മാസപൂജാ സമയത്ത് കണ്ട സവിശേഷമായ പ്രത്യേകത നിറഞ്ഞ ചില കാഴ്ചകൾ ഇതൊക്കെ ആയിരുന്നു. വീണ, രജനി. ഓക്കെ, ഈ ദിവസങ്ങളിലെ ആകെയുള്ള കാഴ്ചകളെക്കുറിച്ച് മിഥുൻ ഇന്ന് നട അടയ്ക്കുന്ന ദിവസം റിപ്പോർട്ട് നൽകുകയായിരുന്നു.